അപ്പോൾ ആദ്യം തന്നെ നമ്മളെപ്പോഴും ഇന്ന് നമുക്ക് ഓഡിറ്റേഴ്സ് ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പോകണം. രണ്ടാമത്തെ വിഷയം, വീട്ടിൽ ആരെങ്കിലും ഒരാൾ ഇതിനെ കൺട്രോൾ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, എപ്പോഴും ഈ മാനേജ്മെൻറ്റ് കാര്യത്തിൽ സ്ത്രീകൾക്ക് അസാമാന്യ കഴിവാണ് പുരുഷന്മാരെക്കാൾ. പുരുഷന്മാർ മോശം എന്നല്ല. അപ്പോൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, ഫിനാൻഷ്യൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സിന്ധുവാണ്. ഞങ്ങൾ 6 പേരുടെയും കാര്യങ്ങൾ. പ്ലസ് വി ഹാവ് എ നൈസ് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് കമ്പനിയുണ്ട്, ഓഡിറ്റിംഗ് കമ്പനിയുണ്ട്. അപ്പോൾ കൃത്യമായി ടാക്സ് അടച്ചു പോവുക, കൃത്യമായി എല്ലാ സംഭവം റിട്ടേൺസ് ഫയൽ ചെയ്യുക. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ, ഒരു ചിട്ടയും ശീലവും തുടക്കത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. ഒന്നുമില്ല, ഇത്ര രൂപ വരുമാനം വരുന്നു, അതിൻ്റെ ഇത്ര രൂപ ടാക്സാണ്, അത് കൃത്യമായിട്ട് അടച്ച് എല്ലാത്തിനും റെസീറ്റ് കംപ്ലീറ്റ് നമ്മൾ ഫയൽ ചെയ്ത് സൂക്ഷിച്ച് വെച്ചാൽ ജീവിതത്തിലൊരു ഡിസിപ്ലിൻ ഓട്ടോമാറ്റിക്കലി വന്നോളും. അതുകൊണ്ട് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, ഇതിപ്പോൾ ആര് കേൾക്കുന്നുണ്ടെങ്കിലും കൊച്ചുകുട്ടികളാണെങ്കിലും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമുക്ക് ആവശ്യമാണ്. എല്ലാ മേഖലയിലും ഡിസിപ്ലിൻ വേണം. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.